ബിജെപിയുടെ നയങ്ങൾ കാരണം ഈ രാജ്യത്തിലെ സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ? അപ്പോൾ ട്രാഫിക് ബ്ലോക്കിനെ നിയന്ത്രിക്കുക പറഞ്ഞാൽ എന്നാ വല്ല കൂലിപ്പണിക്ക് പോവാണ്. കാരണം അത്രയും ടെൻഷൻ പിടിച്ചൊരു കാര്യം കൂടിയാണ് ഈ റോഡിലെ ട്രാഫിക് നിയന്ത്രിക്കുക, അതേപോലെ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന കാര്യം കൂടി. കാരണം വേക്കൻസി അപ്പോൾ അവർക്ക് ഇപ്പോൾ വാർത്തകളിൽ പറഞ്ഞ പോലെ പിന്നെ പിൻവാതിൽ നിയമനം, അതായത് ഇപ്പോൾ മണ്ണാർക്കാട് ഏതോ ഒരു ബാങ്കിൽ എന്തോ ഒരു നമുക്ക് ഇവിടുന്ന് തിരിച്ച കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊന്നും കൂടി പറയാം കേട്ടോ. നമുക്ക് മണ്ണാർക്കാട് ആശുപത്രിപ്പടി തൊട്ടിട്ട് കോടതിപ്പടി വരെ ഒന്ന് കറങ്ങണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്കത് ശീലമായി പോയി. അത് ഇന്നിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ മണ്ണാർക്കാടേക്ക് വരുന്നത് തന്നെ ഈ സമയം. DYFIയുടെ ഒരു സമ്മേളനം ഉണ്ട് ഇവിടെ. അപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര ബ്ലോക്ക്. അവിടെ സുരേഷ് ചോലോത്തിൽ, മൻസൂർ, അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല, മൊത്തത്തിൽ ബോധമല്ല എന്ന് പറയാം. അപ്പോൾ അവിടെ ട്രാഫിക്കിൻ്റെ പോലീസുകാരും അവിടെ മണ്ണക്കാടുത്തെ CI സാറന്മാർ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പോലീസ് കൂട്ടായ്മ. അപ്പോൾ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അപ്പോൾ ട്രാഫിക് ബ്ലോക്കിനെ നിയന്ത്രിക്കുക പറഞ്ഞാൽ എന്നാൽ വല്ല കൂലിപ്പണിക്ക് പോവാണ്. കാരണം അത്രയും ടെൻഷൻ പിടിച്ചൊരു കാര്യം കൂടിയാണ് ഈ റോഡിലെ ട്രാഫിക് നിയന്ത്രിക്കുക, അതേപോലെ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന കാര്യം കൂടി. കാരണം ആർക്കും നിന്ന് കൊടുക്കാൻ ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം നിൽക്കാൻ ഒഴിവില്ല. ഇവർ വേറെ എന്തൊക്കെ രീതിയിൽ പോണ മാതിരിയാണ്. അപ്പോൾ അവിടെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ആയിട്ട് സമ്മേളനമൊക്കെ ആയിട്ട്, അതായത് ജോലി വേണം എന്നാണ് പറഞ്ഞത്. മെയിനായിട്ട് DYFIക്കാർക്ക് ജോലി വേണമെന്നാണ് അതിൽ എഴുതിയിട്ട്. എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് എന്തിനും ഒരു ജോലി വേണം. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു സൂപ്പർ പോസിറ്റീവിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ വൈകുന്നേരത്തെ മനോഹരമായ കാഴ്ച ഒന്ന് കാണിക്കുന്നു. എന്ത് രസമല്ലേ കാണാൻ, അടിപൊളി ഒരു സംഭവം തന്നെ. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ ഇന്ന് സ്വാതന്ത്ര്യദിനം കൂടിയല്ലേ, അപ്പോൾ അതിൻ്റെ അല്ല, പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടി. പിന്നെ ഇപ്പം ഇവിടെ എന്നല്ല, നമ്മുടെ കേരളത്തിൽ ചെറുതായിട്ടൊരു ട്രാഫിക്കിൻ്റെ ഒരു ബ്ലോക്ക് കിട്ടിയാൽ മതി. പിന്നെ പറയണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ ഭയങ്കര മത്സരമാണ്, പ്രതിഷേധം പോലെ, ഒരു വൈരാഗ്യം പോലെയാണ്. അപ്പോൾ അതിനിടയിൽ മതി എന്നുള്ള രീതിയിലാണ് അവർ അത്ര നേരം ക്ഷമിച്ചു നിന്നു. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പോവാം. പക്ഷെ എന്നിരുന്നാലും അതാണ് ഡ്രൈവറുടെ ഏറ്റവും വലിയ മഹത്വം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് റോഡിലാണ് വേണ്ടത്. ആ റോഡിൽ ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുടുംബത്തിൽ ക്ഷമിക്കാൻ കഴിയും. പിന്നെ നമ്മൾ റോഡിൽ ഓരോ ആവശ്യങ്ങൾക്കാണ് പോവുക, ആവശ്യത്തിനും അത്യാവശ്യത്തിനും. അനാവശ്യമായിട്ടാണ് ഇപ്പോൾ കൂടുതലും ഇറങ്ങുന്നത് കേട്ടോ, അത് വേറെ. ഇപ്പോൾ കൊറോണ സമയത്ത് പഴം മേടിക്കാനാന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ? 1 കിലോ പഴം വാങ്ങാനായിട്ടാണ് വലിയൊരു കാർ എടുത്തിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
അപ്പോൾ അങ്ങനത്തെ ഓരോ തമാശകൾ റോഡിൽ ഇടയ്ക്ക് കാണാം. എനിക്ക് അതൊക്കെ വേണ്ടാത്തൊരു പരിപാടി കൂടിയാണ്. അപ്പോൾ ആവശ്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ നമ്മൾ അനാവശ്യപരമായിട്ട് ഇടപെടരുത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ജോലി വേണമെന്നുള്ളതിൻ്റെ കാര്യം കൂടി പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം, ജോലി ചെയ്തിട്ട് അത് ചോദിച്ചു അത്രേ. അതായത് കുറേ ആളുകൾ പിന്നെ ആരോഗ്യമന്ത്രി മഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ വന്നപ്പോൾ അത് ചോദിച്ചതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസ് എടുത്തിട്ടത്രേ. അപ്പോൾ എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നതെന്ന് അറിയാത്ത, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് അറിയാത്ത, ശരിക്കും പറഞ്ഞാൽ ആകെ എന്താ പറയുക, ഒരു ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം മൊത്തത്തിൽ. അപ്പം നമ്മുടെ കേരളത്തെ മറ്റുള്ള രാജ്യത്തെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ, അധികാരികൾ എങ്ങനെയോ അവർ കണ്ട് വിലയിരുത്താന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രയും മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, ലജ്ജ തോന്നുകയാണ്. ഇതിലിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ പോലെ നാണമില്ലേ ഉളുപ്പുണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി സർക്കാരിൻ്റെ കീഴിലുള്ള ദിവസവേതനത്തിലുള്ള ആളുകൾ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതിനപ്പുറം കിട്ടണം. കാരണം നിങ്ങൾ ആ ജോലിക്ക് പോയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് വരാനുള്ള ചാൻസ് ഉണ്ടായത്. അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? ഇപ്പം കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള ആളുകൾ, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ദിവസവേതനത്തിൽ നിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ, നമ്മൾ ആശുപത്രിക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അവർ ആ സർക്കാരിൻ്റെ യൂണിഫോം ഇട്ടിട്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അല്ല, അവർ ഇതേമാതിരി 10, 500, 300 രൂപയ്ക്ക് അവർ ദിവസം പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാവാറുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കണ്ട ബ്ലോക്കാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ കൂടി പറയാട്ടോ, നമുക്ക് മണ്ണാർക്കാട് ആശുപത്രിപ്പടി തൊട്ട് കോടതിപ്പടി വരെ ഒന്ന് കറങ്ങണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ശീലമായിപ്പോയി. അത് ഇന്നിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ മണ്ണാർക്കാടേക്ക് വരുന്നത് തന്നെ, ഈ സമയത്താണ് വരുന്നത്. അപ്പോൾ നല്ല ബ്ലോക്ക് കണ്ടപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ദിവസം ഒരു കണ്ടന്റ് വേണമല്ലോ. അതിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാമെന്ന് മാത്രം. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ വാർത്താ ദാരിദ്ര്യമാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക്. അതായത് ബിജുക്കുട്ടൻ്റെ വണ്ടി, സിനിമാ നടൻ, സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ബിജുക്കുട്ടൻ. അപ്പോൾ മൂപ്പരെ വണ്ടി എവിടെ പോയി ഇടിച്ചിട്ട് ചെറുതായിട്ട് പരിക്ക് പറ്റി. അപ്പോൾ അത് ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടർ ചാനൽ ടിവിയിലെ അരുൺകുമാർ പറയണേ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കുക കുറച്ചു നേരം. അവസ്ഥ എന്താണ്? കാർ ഓടിച്ച ഡ്രൈവറാണ്, ബിജുക്കുട്ടനല്ല, ബിജുക്കുട്ടൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ അവർക്ക് ആ ഓടിച്ച വ്യക്തിക്ക് പരിക്ക് പറ്റിയോ, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും ഡോക്ടർ അരുൺകുമാർ ചോദിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണോ മാധ്യമധർമ്മം? ഇതാണ് പിന്നെ വാർത്താ ചാനലിൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരാൾ, അയാളും മനുഷ്യനാണ്, നമ്മളും മനുഷ്യനാണ്, ബിജുക്കുട്ടനും മനുഷ്യനാണ്, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറും മനുഷ്യനാണ്.
അപ്പോൾ അപകടം ആർക്ക് വരും, എപ്പോൾ വരും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഒക്കെ എന്താ പറയുക, തലതിരിഞ്ഞ വർത്താനാണ് പറയണത്, വർത്താനം തന്നെ കമൻറ്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചാനൽ ശരിക്കും ബാൻ ചെയ്യേണ്ടത്. കാരണം ഇവർ കൊട്ടി ഘോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, അർമാദിക്കുകയാണ്, എന്തെങ്കിലും ബിഗ് ബ്രേക്കിംഗ് അത്രേ. അപ്പോൾ ഈ ശരിക്കുള്ളൊരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇവർ എന്ത് രീതിയിലാണ് ഇവരിടുക? ചെറിയൊരു അപകടം പറ്റിയതിനാണ് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. പ്രേക്ഷകരെ, നിങ്ങളിത് കാണുക, നിങ്ങളിത് മനസ്സിലാക്കുക. അത് മൂപ്പര് ചായക്കപ്പ് കുടിച്ചോണ്ടാണ് പറയണത്. കോഫി വിത്ത് അരുൺ എന്ന് പറഞ്ഞ പരിപാടിയിൽ. എന്തൊരു കഷ്ടം അത് അറിയാൻ ചോദിക്കാണ്. ഇതാണ് അതെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തെറി പറഞ്ഞുകൊണ്ടൊന്നും നമുക്കിപ്പോൾ അതിൽ പറയാനും ഇത് ആക്കാനും പറ്റില്ല. പക്ഷേ അതൊക്കെ ഓരോ ആൾക്കാരുടെ എന്താ പറയുക ഒരു രീതിയാണത്. അപ്പോൾ അതിലൊന്നും നമുക്കതിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഇടപെടേണ്ടതല്ല. ഇടപെടേണ്ട സമയത്ത് നമ്മൾ ഇടപെടുക തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനല്ലാവില്ല. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞു. ഇന്നത്തെ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, കാരണം അത് പറയുന്നില്ല എന്നല്ല, അറിയാണ്ടല്ല. പക്ഷെ അത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെയും നല്ല നല്ല പുതിയ വാർത്തകളും അറിവുകളൊക്കെ ആയിട്ട് കിട്ടും. ഓരോ ദിവസം വരും തീർച്ചയായിട്ടും. നമുക്കന്ന് അപ്പോൾ ബാക്കി പറയാനൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ അറിയും കുറേ ഉണ്ട്. പക്ഷെ എന്നാലും ഇതാണ് ഇന്നത്തെ ഒരു ഗാന്ധി വധത്തോടുകൂടി RSS എന്ന സംഘടനയെ നിരോധിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലാണ്. ആ സർദാർ വല്ലഭായ് പട്ടേലിന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ BJPയുടെ രംഗത്ത് സ്ഥാപിച്ചു പറയുകയാണ്. ഞങ്ങൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഒരു നേതാവായിരുന്നു, ഹിന്ദു നേതാവായിരുന്നു പട്ടേൽ. അപ്പൊ പട്ടേലിനെ പോലും RSS അനുകൂലമാക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. ഇതാണ് RSSന്റെ നിലപാട്. ഈ രാജ്യത്തിലെ BJPയുടെ നയങ്ങൾ. BJPയുടെ നയങ്ങൾ കാരണം ഈ രാജ്യത്തിലെ സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ? വിലക്കയറ്റം റോക്കറ്റ് വിക്ഷേപിക്കുന്ന വേഗതയിൽ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഏതെങ്കിലും സാധനത്തിന് വില കുറഞ്ഞു എന്ന് ഇവർക്ക് പറയാൻ കഴിയുമോ? അതാണോ നമ്മുടെ അനുഭവം? 11 വർഷമായി ഇന്നത്തെ നിത്യോപയോഗ സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരുടെ നാടായി രാജ്യം മാറിയില്ലേ? ഇന്ന് വാങ്ങാൻ ശേഷിക്ക് അതിനുള്ള ഒരു വരുമാനം രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടോ? അപ്പോൾ അവർ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം സത്യം തന്നെയാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വേറൊന്ന് പറയട്ടെ, നമ്മൾ സത്യത്തിലല്ല ഇപ്പോൾ വിശ്വസിക്കണത്, സത്യത്തെ അല്ല ഇപ്പോൾ നമ്മൾ മുറുകെ പിടിക്കണത്, സത്യത്തിനെ അല്ല നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. നമ്മളിപ്പോൾ പിടിക്കുന്നത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിപ്പോൾ നല്ല ആൾക്കാരുണ്ട്, സത്യത്തെ സത്യസന്ധമായി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അത് രണ്ടാളുണ്ട്. അപ്പോൾ അവർ കേന്ദ്ര സർക്കാരിനെ പറയണു, ഞാൻ കേരള സർക്കാരിനെ പറയണു. ഇതിപ്പോൾ ആരെങ്കിലും ഒരാളെ പറയണ്ടേ നമുക്ക്? അപ്പോൾ ഒരുപാട് ജോലി ഒഴിവുണ്ട് കേന്ദ്രത്തിൽ. അതേപോലെ ഓരോ തസ്തികകളിൽ കേരളത്തിൻ്റെ ആയാലും കേന്ദ്രത്തിൻ്റെ ആയാലും ഒരുപാട് റെയിൽവേ, അതേമാതിരി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഹോസ്പിറ്റല്, അതേമാതിരി ഓരോ കേന്ദ്രത്തിൻ്റെതായ കമ്പനികൾ, കേരളത്തിൻ്റെതായ ഒരുപാട് കമ്പനികളുണ്ട് ടൈപ്പായിട്ടുള്ളത്. അതിലൊക്കെ ഒരുപാട് ജോലികളുണ്ട്, വേക്കൻസി. അപ്പോൾ അവർക്ക് ഇപ്പോൾ വാർത്തകളിൽ പറഞ്ഞ പോലെ
പിന്നെ പിൻവാതിൽ നിയമനം, അതായത് ഇപ്പോൾ മണ്ണാർക്കാട് ഏതോ ഒരു ബാങ്കിൽ എന്തോ ഒരു പിന്നെ സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നിങ്ങളൊരു കേസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ എന്താ പറയുക ജോലി കിട്ടുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇവർ പറയണത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് യുവതികൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാതെ വരുമ്പോഴാണ് അവർ ഈ എന്താ പറയുക, സ്ത്രീകളായാലും പുരുഷന്മാരായാലും കഞ്ചാവ്, MDMA, ബ്രൗൺ ഷുഗർ, അതേപോലെ മെത്താബിന്, അതേപോലെ മയക്കുമരുന്നിന് അടിമയാവുക, അനാശാസ്യത്തിൽ പിടിക്കുക, കണ്ണി കണ്ട ആൾക്കാരെ അപ്പം കൂട്ടുകൂടിയിട്ട് പിന്നെ ചതിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അവർ സ്വയം ആത്മഹത്യ ചെയ്യുക. ആ ജോലിയുടെ പ്രശ്നമാണിത്. ജോലി ഇല്ലാതെ വരുമ്പോൾ മാനസികമായിട്ട് ഒരു തളർച്ച ഉണ്ടാവും. കാരണം പണമാണല്ലോ എല്ലാത്തിനും വലുത്. പൈസ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പട്ടിക്കും വേണ്ട, ആർക്കും വേണ്ട. അപ്പോൾ ഇതൊക്കെ സർക്കാർ അറിയണം. ഞാൻ കേരളത്തിൻ്റെ സർക്കാരിനോട് മാത്രമേ പറഞ്ഞു, കേന്ദ്രത്തിൻ്റെ സർക്കാരിനോട് പറയാൻ എനിക്ക്